മച്ചാന്മാരെ അതിശേഷി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ വെച്ചാൽ നമ്മളിന്ന് അവിടെ നിൽക്കണമെന്ന് വെച്ചാണ്ടല്ലോ, നമ്മളാണെങ്കിൽ ഒരു കാട്ടിൻ്റെ ഉള്ളിലോട്ട് പോകണേ കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകണേണ്. അപ്പോൾ മച്ചാന്മാരെ ഇന്ന് ആ വീഡിയോ ഒരുക്കി വിടുക. അപ്പോൾ വെച്ചാൽ നമുക്ക് ആ ഒരു വീഡിയോട്ട് പോവാം. അപ്പോൾ മച്ചാന്മാരെ നമ്മളാണെങ്കിൽ കാട്ടിൻ്റെ ഉള്ളിലോട്ട് പോകണ വഴി പെരിങ്ങൽകുത്ത് ഡാമിലെത്തിയിട്ടുണ്ട്. ഇനി അങ്ങാടൊന്നും കാണാനൊന്നും പറ്റില്ല. അവിടെ ആ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറുന്ന സ്ഥലത്ത് ചെറിയൊരു പോസ്റ്റിൻ്റെ വട്ടം വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും കാണാൻ പറ്റൂല കേട്ടോ. ഇത് നോക്കിയത് ഫുൾ ബ്ലാക്കാട്ടാ. അപ്പോൾ മച്ചാന്മാരത് ഇനി ഒന്നും കാണാൻ പറ്റൂല കേട്ടോ. കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഒരു പോസ്റ്റിൻ്റെ വെട്ടില്ല, ഒന്നുമില്ല. അത് ഫുൾ ബ്ലാക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതായത് നോക്കി ഫുൾ ബ്ലാക്കാണ്. നോക്കാനും പറ്റില്ല, കാണാനും പറ്റില്ല. എൻ്റെ കണ്ണിൽ തന്നെ ചെറുതായിട്ടാണ് കാണുന്നത്. പുലി, ആന എല്ലാം ഉണ്ടാവട്ടെ ഇവിടെ. ഓക്കെ, നല്ല കിടുക്കം വൈബ് സ്ഥലമാണ്. നമ്മയിന്ന് ഇവിടെ 24 hours ഇവിടെ നിൽക്കാൻ പോണേ. നമ്മയിന്ന് 24 hours അല്ല, ഒരു 19 hours ഞാൻ നിൽക്കാൻ പോണേന്. വേണ്ട, ഫുള്ള് കാട്, മുടിഞ്ഞ കാടാട്ടെ. എന്ത് കാടാണെന്ന് വെച്ചാൽ ഒടുക്കത്തെ കാട്. ഇന്നലെ രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്തതാട്ടെ ഈ ക്യാമ്പ് ഷെഡില്. അതെ, ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ. നല്ല പൊളി സ്ഥലമൊക്കെ ഉണ്ട് ഇത്. അപ്പോൾ മച്ചാന്മാരെ ഇത് നോക്കിയതേ അപ്പുറത്ത് കാട്. ഇവിടെ നോക്കിയ നല്ല വലിയൊരു പുഴ. പിന്നെ ഇവിടെ മൃഗങ്ങളൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കാണാൻ പോലെ എന്തൊക്കെ പണിതിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചെങ്ങാടുണ്ട് കേട്ടോ. അങ്ങാട് ഞാൻ പോയി കാണിച്ചു തരാം. ഇപ്പോഴാണ് പോണ. ഇവിടെ സൈഡിൽ നല്ല കുറേ ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്. ഓക്കെ, നല്ല ടിപ്പർ റോസാപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ റോസാപ്പൂ, ചെമ്പരത്തി എല്ലാം ഉണ്ട്. ചെമ്പരത്തി, റോസാപ്പൂ. അതെ, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് തോന്നണം. ഇല്ല, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതെ, ചെങ്ങാടം കണ്ടോ അവിടെ? അവിടെ കണ്ടോ ചെങ്ങാടം? അവിടെ ഒരു കിടുക്കൻ ചെങ്ങാടം. പിന്നെ അതെ അവിടെയൊക്കെ ചൂണ്ടയിട്ട് വെച്ചേക്കണ്. ഏതാണ് രസം ഇവിടെയൊക്കെ. അതെ, ചൂണ്ടയൊക്കെ നോക്കിയതേ 1, 2 ചൂണ്ട. പിന്നെ ഇത് ഇവിടുത്തെ അടുക്കള കേട്ടാ. ഈ ക്യാമ്പ് ഷെഡിലാ, ഫോറസ്റ്റാറാണ്. ഇത് നോക്കി ഇവിടെ കുറേ ചീത്ത വലയും അതൊക്കെ കിടക്കുന്നുണ്ട്. നല്ല പൊളിയാട്ട് ഇവിടെ. ഇവിടെ ഇങ്ങനെ മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ മെയിനായിട്ട് ഇങ്ങനെ വെച്ചേക്കണം. ആടാ, മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പിന്നെ വലിയ 2 തുളയൊക്കെ ഉണ്ട്. ഒരു ചക്കയൊക്കെ താഴ്ത്താൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ രാത്രി വന്നപ്പോഴാണെങ്കിലല്ല നല്ല കൊടും തണുപ്പൊക്കെയാണ്. ഇതുപോലത്തെ ചെടി അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഈ ചെടീൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ്റെ അപ്പം വായിന്നൊക്കെ ഇങ്ങനെ പുക ഇങ്ങനെ പറന്നു പോണ്. വെറുതെ ഇങ്ങനെ പുകയൊക്കെ ഇങ്ങനെ പറന്നൊക്കെ പോണ്. പൊള്ളി തണുപ്പായിരുന്നു ഇന്നലെ രാത്രി. നല്ല സുഖമായിരുന്നു ഉറങ്ങാൻ. പിന്നെ ഇവിടെ ചെറിയ ചെറിയ മറ്റേ കാന്താരി മുളകാ ആ സംഭവം എന്ന് പറയുന്നത്. കാന്താരി മുളകുണ്ട്, റോസാപ്പൂ. ഇത് ഇവിടെ ആണെങ്കിൽ റേഞ്ചില്ല, ഒന്നുമില്ല. ഇവിടെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചൊക്കെ കിട്ടുമെന്നൊക്കെ പറയണം. 2 ഫോൺ വെക്കണം എന്നാൽ റേഞ്ച് കിട്ടും അങ്ങനെയൊക്കെ പറയണം. ഇപ്പോഴും ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പിന്നെ അവിടെ നോക്കി ശ്രദ്ധ. ഹായ് പറഞ്ഞേ, ഹായ് പറ, ഹായ് പറ, ഹായ് പറ. അതെ, പിന്നൊരു കാര്യം എന്ന് പറയാനുള്ളത് ഇവിടെ ആയിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ കയറാനുള്ള ഇതൊക്കെ ഉണ്ട്. ഇവിടെ ജീപ്പ് മാത്രമേ കയറുള്ളൂ കേട്ടോ. ആനയുടെ കാല് കയറാന്നറിയില്ല. ആനയുടെ കാല് 2 ഇങ്ങനെ അടുത്തിരിക്കും. പിന്നെ 2 ഇങ്ങനെ നിവർന്നിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആന താഴത്തോട്ട് വീണു ആന വന്നാലും അതൊക്കെ കൊടും കാട്ടിനുള്ളിലാട്ടോ. 5-6 കിലോമീറ്റർ ഉള്ളിലാണെന്ന് തോന്നുന്നു. 5-6 10-13 കിലോമീറ്റർ ഉള്ളിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ കാണാൻ കെട്ടി വെച്ചിട്ടുണ്ടോന്ന് കയറി കഴിക്കാൻ വേണ്ടി. നമുക്കിവിടെ നടന്നു പോകാൻ പറ്റും. പിന്നെ ജീപ്പും കയറും.
മച്ചാമാരെ ഇത് നോക്കിയാൽ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ അതേ ഫോട്ടോ ഒക്കെ എടുക്കണേട്ടോ എല്ലാവരും. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുങ്ങിയൊക്കെയാണ്. ക്യാമറമാൻ അഭിഷേക്. മച്ചാമാരത് എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഇടിച്ചങ്ങ പൊട്ടിച്ചേക്കാം. അപ്പോൾ എല്ലാവർക്കും